Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് സൂപ്പർലാറ്റീവ് എന്താണെന്ന് നോക്കാം. സൂപ്പർലാറ്റീവ് എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർലാറ്റീവ്. ഈ സൂപ്പർലാറ്റീവ് ആണെന്ന് പറഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളിത് ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ദെയർ സൂപ്പർലാറ്റീവ് ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് ഡിഗ്രി ഓഫ് എ ക്വാളിറ്റി അമംഗ് 3 or more things. It's equivalent to the English EST form, biggest, smallest or most. പ്ലസ് അഡ്ജക്റ്റീവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നമ്മൾ കമ്പാരാറ്റീവ് കണ്ടപ്പം ബിഗർ സ്മോളർ കണ്ടു അല്ലേ, എന്നിട്ട് മോർ ബ്യൂട്ടിഫുൾ എന്നും കണ്ടു. ഇവിടെ വ്യത്യാസം എന്താണ്? ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ്. അപ്പം രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം. ഓക്കെ, ഇവിടെ 3 എന്നാണ് ഇരിക്കുന്നത്, പക്ഷേ ആക്ച്വലി രണ്ടിൽ കൂടുതലാണ് കേട്ടോ. അപ്പം ഇതിൽ 3 ഏറ്റവും വലുത് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പം ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഏതാ ഏറ്റവും ചെറുത്? ഇതാണ് സ്മോളസ്റ്റ്. ഇത് 2 ഉള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ ബിഗർ അല്ലെങ്കിൽ സ്മോളർ എന്ന് പറയാം. പക്ഷേ 3 ആവുമ്പോൾ 2 കൂടുതലാവുമ്പോഴാണ് നമ്മൾ സൂപ്പർലാറ്റീവ് ഉപയോഗിക്കുന്നത്. നമുക്കിനി സൂപ്പർലാറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം സൂപ്പർലാറ്റീവ് ഫോം ചെയ്യാനായിട്ട് ആഡ് ST ടു ദി അഡ്ജക്റ്റീവ് സ്റ്റെം. അഡ്ജക്റ്റീവിൻ്റെ കൂടെ ST ചേർത്താൽ മതി. ഒരു എക്സാമ്പിളിൽ ക്ലൈൻ, ക്ലൈൻസ്ഡ്. അപ്പം നമ്മൾ നേരത്തെ കമ്പാരാറ്റീവിൽ എങ്ങനെയാണ് കണ്ടത്? ക്ലൈൻ, ക്ലൈനർ എന്നാണ് കണ്ടത്. ഇവിടെ അത് ക്ലൈൻസ്ഡ് ആവും, ഏറ്റവും ചെറുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഉംലോട്ടുള്ള കേസസ് നോക്കാം. ഇനി അപ്പം നമ്മൾ കമ്പാരാറ്റീവിൽ കണ്ട സെയിം സാധനം തന്നെ ആ ഓ വരുമ്പോൾ വവലിന് ഉംലോട്ട് കിട്ടും. അപ്പം ആൾട്ട്, ആൽറ്റസ്റ്റ്, ഗ്രോസ്, ഗ്രോസ്റ്റ്, യുങ്, യുങ്സ്റ്റ്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉംലോട്ട് കിട്ടുകയാണ്. പ്ലസ് ST, നേരത്തെ കണ്ട പോലത്തെ തന്നെ ST, ക്ലൈൻ, ക്ലൈൻസ്ഡ്. ഈ ST ചേരുന്നു, പ്ലസ് ഇവിടെ ഒരു ഉംലോട്ടും കൂടെ കിട്ടും. ഇനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ DT, S, SS, X, Z ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ്, ഇങ്ങനെ അവസാനിക്കുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെയൊക്കെ EST ചേർക്കാൻ പറ്റും. ഇപ്പം കാൾട്ട്, കാൽറ്റസ്റ്റ്, EST ചേർത്തു. ഹൈസ്, ഹൈസിസ്റ്റ്. ഇനി ഇറഗുലർ ഫോമുകളും ഉണ്ട്. ഇറഗുലർ ഫോം എന്താണ്? 2 വാക്കും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമല്ല, പക്ഷേ ഒന്നിൻ്റെ കുറച്ചുകൂടെ കൂടിയ ഒരു വേർഷനാണ് അടുത്തത്. ഗുഡ്, ബെസ്റ്റ്, ഫീൽ, മൈസ്റ്റ്, ഗേൺ, ലീബ്സ്റ്റ്, ഹോ, ഹോസ്റ്റ്, നാ, നാക്സ്റ്റ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ചില ആൽഫബറ്റ്സിൽ എൻഡ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സിന് EST കൂടെ ചേർക്കും. ഫോർ എക്സാമ്പിൾ കാൾട്ട്, കാൽറ്റസ്റ്റ്. ഇനി ചിലത് ഇറഗുലറാണ്, കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന വേർഡ്സ് ആയിരിക്കില്ല. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2 ഫോംസ് ഓഫ് സൂപ്പർലാറ്റീവ് ഉണ്ട്. നമുക്ക് സൂപ്പർലാറ്റീവ് ഡിഗ്രി കാണിക്കാനായിട്ട് 2 രീതികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ സ്റ്റെന്ന് ചേർക്കും, ആം എന്നുള്ളൊരു വാക്കും ഇതിൽ ചേർത്തിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ്? ഇത് പൊതുവെ യൂസ് ചെയ്യുന്നത് സൂപ്പർലാറ്റീവ് കംസ് ആഫ്റ്റർ ദ വേർബാണ്. വേർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പർലാറ്റീവ് യൂസ് ചെയ്യുമ്പോഴാണ് ആം പ്ലസ് 10 എന്ന് പറഞ്ഞ ഫോം യൂസ് ചെയ്യുക. ഇത് പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിലും എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അപ്പം ഡിയർ BMW ഇസ്റ്റ് ആം ടോയസ്റ്റൻ. BMW ആണ് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് അല്ലേ. അപ്പം ഡിയർ BMW ഇസ്റ്റ് ആം ടോയറസ്റ്റൻ. കണ്ടോ, ടോയർ സ്റ്റെൻ ചേർത്തു, ടോയർ സ്റ്റെൻ. ആമും ഇവിടെ ചേർത്തു. അപ്പം the BMW is the most expensive. Der BMW ist am teuersten. Im Winter ist es am kaltesten. Im Winter ist es am kaltesten. സ്റ്റെൻ ചേർത്തു, ആമും ഉണ്ട്. ഇനി അപ്പം വിൻ്ററിലാണ് ഏറ്റവും തണുപ്പെന്ന്. Diese Aufgabe ist am schwierigsten. Diese Aufgabe, ഈ എക്സസൈസ് ist ആകുന്നു. ആം ഷ്വേറിക്സ്റ്റൻ, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സ്റ്റെൻ ഉണ്ട്, ആം ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് സൂപ്പർലാറ്റീവ് വെച്ചിട്ട് ആം യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോം നോക്കാം. ഇത് നൗണിന് മുമ്പ് വരുമ്പോഴാണ്. നൗണിന് മുമ്പ് സൂപ്പർലാറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും, പ്ലസ്
STE ചേർക്കും adjectiveൻ്റെ കൂടെ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദസ് ഇസ് ഡെയർ ടോയറസ്റ്റ് വാഗൺ. ഇപ്പം ദസ് ഇസ്റ്റ് ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു. ദ ടോയറസ്റ്റ് ഏറ്റവും ദി മോസ്റ്റ് എക്സ്പെൻസീവ് കാർ എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് കൂടുതൽ സാധനങ്ങൾ കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുക ഇത് സൂപ്പർലാറ്റീവ് അല്ലേ. അപ്പം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്ന് പറയുവാണ് ഇവിടെ അല്ലേ. ദാസ് ഇസ് ഡെയർ ടോയറസ്റ്റ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ. സി ഇസ് ദി ഇൻ്റലിജൻറ്റസ്റ്റ് സ്റ്റുഡൻറ്റ്. ഷീ ഇസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ്. സി ഇസ് ഡി കണ്ട, ഡി വന്നു. ഇൻ്റലിജൻറ്റസ്റ്റ് എസ്റ്റ്. സ്റ്റുഡൻറ്റിൻ ഷീ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പം ഡി വന്നു. ഇൻ്റലിജൻറ്റസ്റ്റ് സ്റ്റ് സ്റ്റുഡൻറ്റിൻ. ദസ് വാർ ഡെയർ ഷോൺസ്റ്റ് ടാഗ്. ദാറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ. അപ്പം ദസ് വാർ ഡെയർ ഷോൺസ്റ്റ് STE ചേർത്തു. ടാഗ് അതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം. അപ്പം എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് രീതിയിൽ സൂപ്പർലാറ്റീവ് ഫോം ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ആം പ്ലസ് ടെൻ, ആം ചേർത്തിട്ട് അഡ്ജക്റ്റീവിൻ്റെ കൂടെ സ്റ്റെന്നും കൂടെ യൂസ് ചെയ്താൽ ആം ടോയസ്റ്റൻ, ആം കാൽറ്റസ്റ്റൻ, ആം ഷ്വേറിക്സ്റ്റൻ, ഇങ്ങനെ നമുക്ക് സൂപ്പർലാറ്റീവ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഡി ഡെയർ ഡസിൻ്റെ കൂടെ ഡി ഡെയർ ഡസ് ആഡ് ചെയ്തിട്ട് അഡ്ജക്റ്റീവിൻ്റെ കൂടെ STE ചേർത്തിട്ട് ഫോം ചെയ്യാം. അപ്പം ഡെ ടോയറസ്റ്റ്, ഡി ഇൻ്റലിജൻറ്റസ്റ്റ്, ഡെ ഷോൺസ്റ്റ്, ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. മൈൻ ബ്രൂഡർ ഇസ് ഡെയർ എൽറ്റസ്റ്റ് ഇൻ ഡെയർ ഫാമിലി. അപ്പം മൈ ബ്രദർ ഇസ് ദ ഓൾഡസ്റ്റ് ഇൻ ദ ഫാമിലി. അപ്പം മൈൻ ബ്രൂഡർ എൻ്റെ ബ്രദർ ഇസ്റ്റ് ആകുന്നു. ഡെയർ എൽറ്റസ്റ്റ്, എൽറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മൂത്തത്. ഇൻ ഡെയർ ഫാമിലിയിൽ. അപ്പം ഡെയർ എൽറ്റസ്റ്റ് ഇതാണ് ഏറ്റവും മൂത്തത്, ഇതിൽ മൂത്ത ഒരാളില്ല. ഓക്കെ, ഡെയർ എൽറ്റസ്റ്റ്. ഡീസർ ബെർഗ്, ഈ മൗണ്ടൻ ഇസ്റ്റ് ആകുന്നു. ആം ഹോസ്റ്റൻ, ഇതാണ് ഏറ്റവും ഉയരം കൂടിയത്, ഇതിലും ഉയരം കൂടി ഒരെണ്ണം ഇല്ല. ഓക്കെ, ദസ് വാർ ദി ബെസ്റ്റ് എൻഷൈഡും. ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. ദസ് വാർ അതായിരുന്നു, ദി ബെസ്റ്റ് ഏറ്റവും നല്ലത്, എൻഷൈഡും ഡിസിഷൻ അതായിരുന്നു ഏറ്റവും നല്ല ഡിസിഷൻ. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് കണ്ടത്? ഡെയർ ആൽറ്റസ്റ്റ് ഇൻ ഡെയർ ഫാമിലി. ഇവിടെ നമ്മൾ ആൽറ്റസ്റ്റ്, ഡെയർ ആൽറ്റസ്റ്റ്. ഓക്കെ, ഇനി ഇസ്റ്റ്, ഇവിടെ ഇസ്റ്റ് ആം ഹോസ്റ്റൻ കണ്ടു അല്ലേ. അപ്പം ആം ഹോസ്റ്റൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആം പ്ലസ് ടെൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി ഇവിടെ എന്താണ്? ദി ബെസ്റ്റ് എൻഷൈഡും. ബെസ്റ്റ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ ഡി പ്ലസ് സ്റ്റ്. അപ്പം നമ്മൾ ഇവിടെ 3 എക്സാമ്പിൾസ് കണ്ടു അല്ലേ. ഇനി നമുക്ക് ഈ സൂപ്പർലാറ്റീവ് ഫോം ചെയ്യാൻ 2 രീതി ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാലും ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കുമ്പോൾ തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇൻ സമ്മർ ഇൻ ദി ടാഗ് ആം ലങ്സ്റ്റൺ. ഇൻ സം അതർ ഡേയ്സ് ആർ ദ ലോങ്ങസ്റ്റ്. അല്ലേ, സമ്മറിലാണ് ദിവസങ്ങൾക്ക് ഏറ്റവും ലെങ്ത് കൂടുതൽ. സി ഹാഡ് ദസ് ഷോൺസ്റ്റ് ക്ലൈഡ് ഗെക്കോഫ്റ്റ്. ഷീ ബോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്രസ്. അവൾ ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സാണ് മേടിച്ചത്. വേർ ലോയ്ഫ്റ്റ് ആം ഷ്നെൽസ്റ്റൺ. ഹൂ റൺസ് ദ ഫാസ്റ്റസ്റ്റ്. ഏറ്റവും സ്പീഡിൽ ആരാണ് ഓടുന്നത്? ഓക്കെ, അപ്പം ഇം സോമസ് ഇൻ ദി ടാഗ് ആം ലങ്സ്റ്റൺ. സി ഹാഡ് ദ ഷോൺസ്റ്റ് ക്ലൈഡ് ഗെക്കോഫ്റ്റ്. വേർ ലോയ്ഫ്റ്റ് ആം ഷ്നെൽസ്റ്റൺ. ഇനി നമുക്ക് ഒരു ടേബിൾ നോക്കാം. കുറച്ച് കോമൺലി യൂസ് സൂപ്പർലേറ്റീവ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ആം ഫോമും ഡി ഡെയർ വെച്ചിട്ട് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷ്നെൽ, ആം ഷ്നെൽസ്റ്റൺ, ഡി ഷ്നെൽസ്റ്റ്. ലങ്സാം, ആം ലാങ്സാംസ്റ്റൺ, ഡെയർ ലാങ്സാംസ്റ്റ്. ഹോ, ആം ഹോസ്റ്റൺ, ഡെയർ ഹോസ്റ്റർ. Niedrig, am niedrigsten, der niedrigste. Warm, am wärmsten, der wärmste. Kalt, am kältesten, der kälteste. Stark, am stärkesten, der stärkeste. Schwach, am schwächsten, der schwächste. Hell, am hellsten, der hellste. Dunkel,
am dunkelsten, der dunkelste. ഈ കാണുന്ന ടേബിളുകളിൽ നമ്മൾ കുറച്ച് അഡ്ജക്റ്റീവ്സും അതിൻ്റെ സൂപ്പർലാറ്റീവ് ഫോമുകളും കണ്ടു. പക്ഷേ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കമ്പരാറ്റീവ് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൂപ്പർലാറ്റീവും കമ്പരാറ്റീവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയാലോ? അപ്പോൾ അതിന് ഞാൻ ക്ലൈൻ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ക്ലൈൻ എന്ന് പറയുമ്പോൾ ചെറുതെന്നാണ് അർത്ഥം അല്ലേ? അപ്പം രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊന്നിനെക്കാട്ടി ചെറുതാന്ന് പറയാനായിട്ട് നമ്മൾ ക്ലൈനർ എന്നാണ് ഉപയോഗിക്കുക. ഇതാണ് കമ്പരാറ്റീവ് ഫോം. ഓക്കെ, ഇനി ഏറ്റവും ചെറുത്, രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം ഏറ്റവും ചെറുതാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആം ക്ലൈൻസ്റ്റൺ എന്നാണ് ഉപയോഗിക്കുക. ഇത് സൂപ്പർലാറ്റീവ് ഫോമാണ്. നമുക്ക് സെൻറ്റൻസസ് നോക്കിയാലോ? മൈൻ ഔട്ടോ ഇസ്റ്റ് ക്ലൈൻ. ഓക്കെ, മൈ കാർ ഇസ് സ്മോൾ. എൻ്റെ കാറ് ചെറുതാണ്. ഇവിടെ എൻ്റെ കാറിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ രണ്ടാമതൊരു കാറോ മൂന്നാമതൊരു കാറായിട്ട് കമ്പാരിസൺ ഇല്ല. അപ്പോൾ എൻ്റെ വണ്ടി ചെറുതാണ്, എൻ്റെ കാറ് ചെറുതാണ്. ക്ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്ജക്റ്റീവ് മാത്രമാണ്. ഓക്കെ, ഇനി ഡൈൻ ഔട്ടോ ഇസ് ക്ലൈനർ ആൽസ് മൈൻസ്. ഇവിടെ നോക്കൂ, ഡൈൻ ഔട്ടോ നിൻ്റെ കാറ് ഇസ്റ്റ് ആകുന്നു, ക്ലൈനർ ചെറുത്, ആൽസ് മൈൻസ് എൻ്റെനെക്കാട്ടും. അപ്പം നിൻ്റെ കാറ് എൻ്റെനെക്കാട്ടും ചെറുതാണ്. യുവർ കാർ ഇസ് സ്മോളർ ദാൻ മൈൻ. ഇവിടെ ഡൈൻ ഔട്ടോ ഇസ് ക്ലൈനർ. ഈ ക്ലൈനർ എന്തായി? അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ക്ലൈൻ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ചേർത്തു അല്ലേ? അപ്പോൾ ഇത് കമ്പാരാറ്റീവ് ആണ്. ഡൈൻ ഔട്ടോ ഇസ് ക്ലൈനർ ആൽസ് മൈൻസ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. സൈൻ ഔട്ടോ ഇസ്റ്റ് ആം ക്ലൈൻസ്റ്റൺ. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും കാറിനെ പറ്റിയൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇവിടെ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവണം. സൈൻ ഔട്ടോ അവൻ്റെ കാറ് ഇസ്റ്റ് ആകുന്നു, ആം ക്ലൈൻസ്റ്റൺ ഏറ്റവും ചെറുത്, അവൻ്റെ കാറാണ് ഏറ്റവും ചെറുത്. അപ്പം രണ്ടിൽ കൂടുതൽ കാർ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരാൾ പറയുവാണ്, അപ്പം ഹിസ് കാർ ഇസ് ദ സ്മോളസ്റ്റ്. അപ്പം ക്ലൈൻ, ക്ലൈനർ, ആം ക്ലൈൻസ്റ്റൺ. ഇതിൽ അഡ്ജക്റ്റീവ്, കമ്പരാറ്റീവ്, സൂപ്പർലാറ്റീവ് ഇതിൻ്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? രണ്ട് സൂപ്പർലേറ്റീവ് ഫോംസ് ഉണ്ട്. ആം പ്ലസ് ടെൻ എന്ന് ഫോം ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഡി ഡെയർ ഡാസ് പ്ലസ് എസ് ടി എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടല്ലേ. ഇനി ചില അഡ്ജക്റ്റീവ്സിന് ഓംലോട്ട്സ് വരും സൂപ്പർലാറ്റീവിലേക്ക് മാറുമ്പോൾ. ഇനി അത് മാത്രമല്ല, ഇറഗുലർ ആയിട്ടുള്ള കുറച്ച് ഫോംസ് ഉണ്ട്. ഗുഡ്, ബെസ്റ്റ്, ഫീൽ, മൈസ്റ്റ്, അതുപോലത്തെ ഫോംസ്. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഇനി അഡ്ജക്റ്റീവ് എൻഡിങ്സ്, നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ അഡ്ജക്റ്റീവ് എൻഡിങ്സ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പഠിച്ചിട്ടില്ലേ? ആ അഡ്ജക്റ്റീവ് എൻഡിങ്സ് ഇതിന് ബാധകമാണ്. ഇനി നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? ആം പ്ലസ് ടെൻ ഫോമാണോ യൂസ് ചെയ്യേണ്ടത്? ഡി ഡെയർ ഡസ് പ്ലസ് എസ് ടി ഫോമാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത് എങ്ങനെയാണ്? നൗണിന് മുമ്പേ ആണോ അതോ വേർബ് കഴിഞ്ഞിട്ടാണോ സൂപ്പർലാറ്റീവ് വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു കുറച്ച് ഫോംസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ലാങ്, ലാങ്, ആം ലങ്സ്റ്റൺ, ഇങ്ങനത്തെ ഫോംസ് പഠിക്കാൻ എളുപ്പമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ ഈ എക്സെപ്ഷൻ ഉണ്ടല്ലോ, ഇറഗുലർ ആയിട്ടുള്ള സാധനങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. ഗുഡ്, ബെസർ, ആം ബെസ്റ്റൻ, ഫീൽ, മേർ, ആം മൈസ്റ്റൻ, ഗേൺ, ലീബർ, ആം ലീബ്സ്റ്റൻ. അപ്പം ബാക്കി എക്സാമ്പിൾസ് കൂടെ പഠിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.